ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ജിഞ്ഞ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം എല്ലാവർക്കും ഗെയിംസ് അറേനയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒരു ഗെയിമായിട്ടുള്ള ജസ്റ്റ് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. സോ ആ ഒരു ട്രെയിലർ റിയാക്ഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ എക്സൈറ്റിങ്ങും അതേപോലെ വെയിറ്റിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ജസ്റ്റ് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ട്. സോ ഈ ഒരു ഗെയിം 2025 ഒക്കെ ആകുമ്പോഴേക്കുമാണ് ഇറങ്ങാൻ പോകുന്നത് എന്നാണ് ഇന്നലെ സോണിയുടെ ഈവൻറ്റിൽ ജസ്റ്റ് സ്റ്റാൻഡിങ്ങിൻ്റെ ടീം ഹൈജിയോ കൊജീമ എന്ന് പറയുന്ന നമ്മുടെ ഡെവലപ്പേഴ്സ് ഇന്നലെ സോണിയുടെ ഈവൻറ്റിൽ പറഞ്ഞത്. സോ ഏകദേശം 2025 ആകുമ്പം GTA 5 ഒരു നല്ലൊരു കോമ്പറ്റീറ്ററായിട്ട് മിക്കവാറും വരാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണ് ജസ്റ്റ് സ്റ്റാൻഡിങ് 2 എന്ന് പറയുന്ന ഗെയിം പേഴ്സണലി ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് സ്റ്റാൻഡിങ് 1 കളിച്ച ഒരു പ്ലെയർ എന്ന രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി വലിയ ഫൈറ്റോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് വൈസോ മറ്റേതോ മറിച്ചതോ ഒന്നുമല്ല ഈ ഗെയിമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റഡ് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിനിമ, ഒരു ഇംഗ്ലീഷ് മൂവി എടുത്തു വെക്കുന്ന രീതിക്കാണ് ഗെയിമിൻ്റെ സ്റ്റോറി അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ അതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ആ രീതിക്കായിരുന്നു ജസ്റ്റ് സ്റ്റാൻഡിങ് 1 നമ്മൾ കളിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. സോ അതിൻ്റെ 10 മടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം. 10 മടങ്ങായിരിക്കും മിക്കവാറും ജസ്റ്റ് സ്റ്റാൻഡിങ് 2 ഇറങ്ങുമ്പോൾ മിക്കവാറും കളിക്കുന്ന പ്ലെയേഴ്സിനുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. അപ്പം എനിവേ, എന്നാലും ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ആസ് എ ഫസ്റ്റ് പാർട്ട് കളിച്ച ഒരു പ്ലെയർ എന്ന രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഗെയിം കണക്ട് ചെയ്യാനും കൂടെ എളുപ്പമായിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് ട്രെയിലർ നോക്കാം. സോ ഇഫ് യു ആർ വാച്ചിങ് മൈ വീഡിയോ ഇൻ ഫസ്റ്റ് ടൈം, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകാം. Okay, powered by Dustina. എന്ത് പൂച്ചയൊക്കെ കൊള്ളാലോ ജോലി. ഇതിവിടെ ഫ്രജൈലല്ലേ, മറ്റേ സ്റ്റാൻഡിങ് 1 ഫ്രജൈലുണ്ട് ഇതിനകത്ത് കാര്യം. ഓക്കെ, അത് കൊള്ളാം. ഫ്രജൈലാകെ അങ്ങ് മാറി ലുക്കായി. ഞാൻ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂമിലൊക്കെ ആണെങ്കിലും കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. മാസ്ക് പോലെ സാധനം ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. എന്ത് ഫ്രജൈൽ കരയുവാണോ? ഫ്രജൈൽ കരയാണ് ഗൈസ്. ഇതെന്താ പുതിയ അപ്പൂപ്പനാണ്. ഇത് പുതിയ ക്യാരക്ടറാണ്. ചോര വീണപ്പോൾ ഗ്ലൗ കരിഞ്ഞു പോയി. അവിടെ കയ്യും പൊള്ളി. അതാണപ്പോൾ അത് ഹിജിയോ കൊജീമ. ബീബിയുടെ വായിക്കാത്തത് സാമാനം. ഈ ബീബിയൊക്കെ ഞാൻ ഗെയിം കളിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ സാധനം കാണുന്നത്. അത്ര എക്സൈറ്റഡ് ആയിട്ട് തോന്നത്തില്ലായിരിക്കും. ഇതാണ് നമ്മുടെ ഫോട്ടോ കൊണ്ട്. ഓക്കെ, ഇപ്രാവശ്യം ഗൺസ് ഒക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ഓക്കെ. അവിടാണ് ഇപ്പൊ കുളി. മറ്റേ നമ്മുടെ റൂമിൽ കോമൺ ബാത്റൂമാണ്. No, as I told you, Drawbridge is a civilian outfit, but we do have a generous patron with access to plenty of capital and tech. Sounds like a UCA big shot. Don't ask me. Okay, ആ സാധനം We've never met face to face. കേട്ടോ, AI ആണെന്ന് തോന്നുന്നു. ആ They ഒരു value their privacy. Seriously? No better than to believe that bullshit. AI ആണെന്ന് തോന്നുന്നത്. ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നുണ്ട്. It's the same deal as America. The
people here are all spread out, cut off from one another. We want you to help us bring the world together. Sam, would you? ഓക്കെ, അപ്പം ഇപ്പം ഇത്രയും കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡെത്ത് സ്റ്റാൻഡിങ് 1 ടോട്ടലി നടക്കുന്നത് നമ്മുടെ അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. അമേരിക്കയിൽ ഡെത്ത് സ്റ്റാൻഡിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നതായിട്ടാണ് ആ ഗെയിമിനകത്ത് കാണിക്കുന്നത്. സോ ഡെത്ത് സ്റ്റാൻഡിങ് 2-ൽ ഐ തിങ്ക് മെക്സിക്കോ സംതിങ് ആ ഒരു ഭാഗത്ത് എവിടെയോ ആയിട്ടാണ് സ്റ്റോറി കാണിക്കുന്നത്. അപ്പം നമ്മൾ അമേരിക്കയിലെ ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ സക്സസ്ഫുള്ളി വിൻ ചെയ്തത് കൊണ്ടായിരിക്കും മിക്കവാറും ഫ്രജയിൽ നമ്മളെ ഇങ്ങോട്ട് മെക്സിക്കോയിലോട്ട് കൊണ്ടുവന്ന് മിക്കവാറും അവിടുത്തെ ഈ സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്നു തോന്നുന്നു. അപ്പം ഡെത്ത് സ്റ്റാൻഡിങ് ഗെയിം എന്താണെന്നുള്ള ബേസിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗെയിം പ്ലേ ഇല്ല. ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെലിവറി എന്നൊരു സംഭവം മാത്രമാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നടക്കുന്ന കുറേ സ്റ്റോറീസാണ് നമ്മൾ ഈ ഒരു ഗെയിം ഒരു ഫുള്ളി തീർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഡെത്ത് സ്റ്റാൻഡിങ് 1-ലുള്ളത്. ഡെത്ത് സ്റ്റാൻഡിങ് കളിക്കാത്ത ആരെങ്കിലും ജസ്റ്റ് എപ്പിക് ഗെയിംസിൽ ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇറ്റ് വാസ് എ നൈസ് ഗെയിം ആൻഡ് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഫോർ യു ഗൈസ്. അപ്പം നമുക്ക് ബാക്കി നോക്കാം എന്താണെന്നത്. ഓക്കെ, You mind if I join you? അത് പുതിയൊരു Humor him. His knowledge and experience will probably come in handy down the road. Yes. ഒരു പുതിയൊരു വ്യക്തിയാണ്. കൊള്ളാം. Really, Sam? നമ്മുടെ Your buttocks? ചെറിയ റോബോട്ട് What about വന്നു. shotgun? I prefer the ഓക്കെ, drivers. ഇപ്രാവശ്യം ബീബി ഉണ്ട്. ബീബിയുടെ ബോക്സ് ഉണ്ട്. ഓക്കെ, Sam, do you read me? ഡ്രസ്സിംഗ് ഒക്കെ സെയിമാണ് വന്നിരിക്കുന്നത്. You'll first need to Hola. access the Mexico side plate gate terminal. After we've confirmed network coverage, we can take the THV Magellan and regroup at your position. On the border. The problem is, not everybody wants to be part of the UCA. That's not the plan, Sam. The UCA isn't looking to expand its borders. നമുക്ക് ടെറൈൻസ് ഒക്കെ Just കുറച്ചുകൂടെ like with Mexico, they want to bring new regions into the network. ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ടെറൈന് കഴിഞ്ഞ Anyway, പ്രാവശ്യം the ടെറൈൻ DHV കുറച്ചുകൂടെ Magellan's here to back you കണ്ടത് up. വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി As ടെറൈൻ always, ആയിരുന്നു. you'll be the one leading the way to expand the network. ഇതുണ്ട്, What's your role in all this? ഡെസേർട്ട് ഉണ്ട്, You're the commander. മലപ്രദേശങ്ങളുണ്ട്. That's right. These days I'm fragile in name only. ഓൺ ദി എഡ്ജ്. കൊള്ളാം. You brought America together, helped it be reborn as the UCA. ഓക്കെ, ഈ ബ്രിഡ്ജ് But I'm afraid Death Stranding is far from over. കാണുന്ന പ്രതിഭാസങ്ങൾ. ഓ, അത് കൊള്ളാം കേട്ടോ. Humanity is still in ഇടിഞ്ഞ് danger, still on the brink of ഓക്കെ, extinction. ഇതൊക്കെ നേരത്തെ വണ്ടിയാന്നുള്ള എനിമീസിനെ Don't കാണുമ്പോൾ act like you don't see it. What the fuck? A lot of things changed after you went off on your own, ഓക്കെ, especially ഈ within the ജീവി UCA. മറ്റിനകത്തുള്ള ഒരു ജീവി തന്നെയായിരുന്നു. Bridges no longer oversees the distribution പറക്കുന്ന network. പൂച്ചയെ. They'll be through these things ഇതാരാണെന്നാണ് were up എനിക്ക് and അറിയാത്തത്. running. ഇത് പുതിയ So ക്യാരക്ടർ. your friends and co-workers all went their separate ways. Within network coverage, ഓക്കെ, ഈ there's വണ്ടിയൊക്കെ no need to നേരത്തെ rely on human ഉള്ളതായിരുന്നു. porters കുറച്ചുകൂടെ anymore. ഇങ്ങനത്തെ വണ്ടിയല്ലായിരുന്നു So after I നേരത്തെ. closed up ട്രക്കൊക്കെ shop, ആയിരുന്നു. ട്രക്കും I ജോലികളും. went and started a new group. One that handles work in regions outside the UCA. We decided to call ourselves Drawbridge. On the drawbridge. With the support of the chiral network and APAS, കൈവിട്ടു humanity പോലെ will be സംഭവം. free from the need to move around. ഓക്കെ, നിങ്ങൾ അവിടെ സാധനം ശ്രദ്ധിച്ചോ? ആ ഡീറ്റെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതെങ്കിലും ഒരു, ഞാൻ ഇതുവരെ ഒരു മിക്ക ഗെയിമിലും കളിച്ചിട്ടുണ്ടെങ്കിലും കുറേ സ്റ്റോറി മോഡ് ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡീറ്റെയിൽ ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് വെച്ചാൽ ഫൈറ്റിന് മുന്നേ പുള്ളി ഇതുണ്ടോ, ഈ പെട്ടി വെയിറ്റുള്ള പെട്ടിയാണ്. ഈ സാധനം പുള്ളി താഴെ വെച്ചിട്ടാണ് ഗൺ ഫൈറ്റിന് പോകുന്നത്. അവിടെയാണ് ഈ ഒരു ഗെയിം ഡെവലപ്പേഴ്സിൻ്റെ മിടുക്ക് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ആ സാധനം സെറ്റ് ചെയ്തത് ഭയങ്കര ഇതാണ്. കാരണം ഈ സാധനം തോളത്തിരുന്നാലും വേണമെങ്കിൽ ഫൈറ്റ് എടുക്കുക എന്നൊരു ലോജിക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ അത് മാറ്റി വെച്ചാൽ ആ വെയിറ്റുള്ള സാധനം താഴെ വെതും സേഫസ്റ്റ് പ്ലേസിൽ കൊണ്ട് വെച്ചിട്ടുള്ള ഫൈറ്റ്. അവിടെയാണ് ആ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകത. സേഫസ്റ്റ് അതിനകത്ത് ഗെയിം മറ്റേ ഫസ്റ്റ് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറേ എനിക്ക് പറയാനും പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഗെയിമിൻ്റെ നമ്മുടെ ഡെത്ത് സ്റ്റാൻഡിങ് 1-ൻ്റെ ഫുൾ ഗെയിം നമ്മുടെ ചാനലിലും കിടപ്പുണ്ട്. ഗെയിം കളിക്കാനൊന്നും പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗെയിം പ്ലേ ഫുള്ളൊന്ന് കണ്ടു നോക്കിയാൽ മതി. കണ്ടിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഗെയിം. പക്ഷേ കാരണം എന്ന് വെച്ചാൽ കളിക്കാനാണെങ്കിലും കണ്ടിരിക്കാനാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഗെയിമാണ് ഡെത്ത് സ്റ്റാൻഡിങ്. സോ കണ്ടിരുന്ന് സ്റ്റോറി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കണ്ടാലും കളിച്ചാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു ഗെയിമാണ്. സോ ജസ്റ്റ് അങ്ങനെ നോക്കുക. അപ്പം അതുകൊണ്ട് ഈ ബോക്സിനകത്ത് എന്തായിരിക്കും ഉള്ള കാര്യം എനിക്കൊരു ഐഡിയ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാത്തവർക്ക് ഇപ്പോൾ ഐഡിയ കാണത്തില്ല. അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിവേ എന്തായാലും വെയിറ്റുള്ള സാധനമാണത്. സോ അതെന്തായാലും ഒരു സേഫസ്റ്റ് പ്ലേസിൽ കൊണ്ട് വെച്ചിട്ട്
ഫൈറ്റ് എടുക്കാൻ പോകുന്നത് എന്തായാലും നല്ലൊരു ലോജിക്കാണ്. പിന്നെ ഈ സാധനം കറങ്ങുന്ന സാധനമാണ്. ആക്ച്വലി അത് എനിമീസിനെ ഡിറ്റക്ട് ചെയ്യുന്ന സാധനം. He called himself a ghost, but We found a way back from the beach just so he could kill us. he said he came back to get revenge on you and me. ഓ ജോക്കറിന്റെ റെഫറൻസ് ആണോ? Hey, brother. Did you miss me? Yeah, I figured you'd pay this place a visit. ഗിത്താറൊക്കെ ഇട്ടുകൊണ്ട് Seeing as how I've been distributing ഓ the പുള്ളിയുടെ കയ്യിൽ fruits of നമ്മുടെ this ബി fine പിയുടെ factory കൂട്ടുള്ള ഒരു all over the സംഭവം. continent. ഐ തിങ്ക് ഇതേപോലെ Guns and violence, the whole damn world could be തോന്നുന്നു yours. വില്ലന്റെ കയ്യിൽ. Same as it ever was. ഓർക്കുന്നില്ല, ഓർക്കാനെ കളിപ്പിച്ചു. Oh. Looks like you decided to trade in that rope for a stick this go round. മിക്കവാറും മറ്റേ കണ്ടിന്യൂഷൻ ആയി, മറ്റേ suppose ഫൈറ്റ് even Porter has to എടുത്തതിനുള്ള pull the trigger from കണ്ടിന്യൂഷൻ time to ആയിരിക്കും time. മിക്കവാറും ഇത്. ഓക്കെ What വില്ലൻ about you? ഈ പുള്ളി വില്ലനാണ് എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കിടുക്കലായിരിക്കും. ഡെത്ത് സ്ട്രാൻഡിങ് 1 അത്ര വില്ലൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ് കൈൻഡ് ഓഫ് എ വില്ലൻ ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്ററാണ് തോന്നി വില്ലൻ. കാരണം പുള്ളിയുടെ മാനറിസം ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം Hey, buddy. Are you just another soulless little husk, huh? Let go of me! ഇത് കൊള്ളാം കേട്ടോ. Pathetic കൊള്ളാം. guitar! Where's the rest of your band? ബാൻഡോ ഗിത്താറ. ഓക്കെ ബേബി. Well, ain't that something? Was it you, Higgs? Huh? Was it you that killed Lou? ആ കുഞ്ഞിന്റെ പേരാട്ടോ. Do you? ഇത് അവന്റെ ഇതാരാ? What the fuck? ഗിത്താറ് വെച്ച് ഫൈറ്റോ? ഗിത്താറ് കണ്ണാണ് ഇവന്റെ. ഓ മ്യൂസീഷ്യൻ. എന്റെ പൊന്നോ, ഈ സാധനം വെച്ചിട്ടൊരു ബോസ് ഫൈറ്റ് ക്ലൈമാക്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവത്തില്ല. കാരണം മിക്കവാറും ഗെയിമിൻ്റെ ഒരു എന്താണ് ഹൈലൈറ്റഡ് പാർട്ടായിട്ട് മിക്കവാറും മാറും ആ ഒരു അങ്ങനെ ഒരു ബോസ് ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ. കാരണം ഐ തിങ്ക് ഇത് കുറച്ച് പവർഫുള്ളായിട്ടുള്ളൊരു വെപ്പണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചാർജിങ്ങാണ്. കൊള്ളാം. ഇത് മ്യൂസിക് കേട്ടോ നിങ്ങൾ പൊന്നു. ഇതോ ഗെയിം ഫുള്ള് കളിച്ചോണ്ടിരിക്കുമ്പോ ഉള്ള കട്രീനായിട്ട് വരുമ്പോ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒന്നും പറയാൻ കൊള്ളാതെ വെറുതെ Let's see what we can find on Lou. ഒരൊറ്റയില്ലാത്തതായിരിക്കും. If you want answers, you're gonna have to find them yourself. But the ones you do find, that ഓക്കെ pain you nurse will only get worse. Sam the man in the dark about everything. വലുതായോ? Oh my god. Don't forget, coming on this expedition was meant to help you find കുഞ്ഞ the പോലെ strength to carry on. കുഞ്ഞുണ്ടാക്കുന്നൊരു ഇതുണ്ടല്ലോ, വൈബ് വേറെയാണ്, കുഞ്ഞിന്റെ വൈബ് വേറെയാണ്. Now it's time to finish the കുഞ്ഞിന്റെ journey, Sam. ബാക്ക് സ്റ്റോറി ഒക്കെ വേറെ രക്ഷയില്ലാതാണ്. Please understand, Sam. പ്രജയിലൊക്കെ പിന്നെ We never meant to string you along. That chrysalis, we found her inside. It was filled with a fluid that contained amino acids. One's identical in structure to the kind found in tar. ഇത് രണ്ടും പുതിയ ക്യാരക്ടറാണ്. I'm sorry. There are ക്യാരക്ടർ amino acids in tar? As in proteins? Of course. How else did you think that chiral creatures could ഓ ഇത് emerge from? സാം അല്ലായിരുന്നല്ലേ ഫസ്റ്റ് കാണിച്ചത്? Some have even theorized that the tar is a sort of primordial soup. I was there. I saw her home. And it was a hellhole. ഇവരൊക്കെ ആരാ? You see, after you left Bridges, I decided to do a little digging. Now, according to them, BB-28 was flagged for disposal.
and subsequently incinerated 4 years ago. Long before you and Lou first met. ഓ ഏതാ നോർമൻ റെഡസ്. സോ ഗൈസ്, എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് എന്താണ് മനസ്സിൽ കയറി വന്നു. ഡെത്ത് സ്ട്രാൻഡിങ് 1 റിലേറ്റ് ചെയ്ത്. കാരണം ആ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ്. കാരണം ഒരുപാട് ഗെയിമേഴ്സ് ഇൻക്ലൂഡിങ് ഞാൻ പോലും ആ ഗെയിം ആദ്യം പകുതിക്ക് വെച്ച് നിർത്തിപ്പോകാമെന്ന് വിചാരിച്ച് അത്രത്തോളം എന്താണ് ബോറിംഗ് ഒന്നും ചിലപ്പോൾ തോന്നിപ്പോകുന്ന രീതിക്കാണ് ആ ഒരു ഗെയിം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഗെയിമിൻ്റെ ലെവലേ മാറിപ്പോകുന്ന രീതിക്കാണ് ഗെയിം അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹിഡയോ കൊജിമ എന്ന് പറഞ്ഞ ഡെവലപ്പേഴ്സ് സത്യം പറഞ്ഞാൽ എന്താണ് അവരുടെ ഗെയിം സ്റ്റോറി ബേസ്ഡ് ആണ്. അവരുടെ ഗെയിമിൻ്റെ സ്റ്റോറി ലെവലിലാണെങ്കിലും അവർ ചെയ്ത് വെച്ചേക്കുന്ന ലെവലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഏകദേശം റോക്ക് സ്റ്റാറുമായിട്ടൊക്കെ എന്താണ് കട പിടിക്കാനുള്ള ഒരു ലെവൽ അവർക്കുണ്ട്. പക്ഷേ ഇനി അതെന്താ വെച്ചാൽ അവരിറക്കി ഗെയിമൊക്കെ ഈ ഒരു ഡെത്ത് സ്റ്റാൻഡിങ് ആണെങ്കിലും അത്രത്തോളം പ്ലെയേഴ്സിനോട് എത്താത്തതുകൊണ്ടാണ്, പ്ലെയേഴ്സിൻ്റെ അടുത്തേക്ക് എത്താത്തതുകൊണ്ടാണ് മേ ബി അവർ ആ ഒരു ചെറിയ ലെവലിൽ തന്നെ ഇപ്പോഴും നിന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവർ ചെറിയ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അവർ അത്ര നല്ല ഡെവലപ്പേഴ്സ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പം നിൽക്കുന്ന വലിയ വലിയ വമ്പൻ ഡെവലപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരും ഈ ലെവലിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു ഡെവലപ്പേഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം യു മസ്റ്റ് പ്ലേ ദ ഡെത്ത് സ്റ്റാൻഡിങ് 1 ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നതെന്നുള്ളത്. കാരണം അത്രയ്ക്കും കിടുക്കനായിട്ടാണ് അവന്മാരത് ഗെയിം ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു രീതിയിലുള്ള ബഗ്ഗോ കാര്യങ്ങളോ സ്റ്റോറിയാണ് എനിക്ക് ഏറ്റവും സ്റ്റോറിന് അടുത്തടുത്ത് പറയുന്നത് പറഞ്ഞാൽ സ്റ്റോറി ഒരു ഹോളിവുഡ് മൂവി നമ്മൾ കാണാൻ ഒരു ഓപ്പൺ ഹൈമർ അല്ലെങ്കിൽ ആ ലെവലിൽ സയൻസ് ഫിക്ഷൻ മൂവീസ് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനായിരിക്കുമോ ലിറ്ററലി അതേപോലെ തന്നെ ആയിരിക്കും ഈ ഗെയിം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. എൻ്റെ പേഴ്സണലി ഞാൻ പറഞ്ഞാണ്, ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. പക്ഷേ ഞാൻ പറയാണ് 2025 എന്ന് പറയുന്നത് PC ഗെയിമേഴ്സിന് ഒരു ഏറ്റവും നല്ലൊരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറും. കാരണം 2025 കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഡെത്ത് സ്റ്റാൻഡിങ് 2 വരുന്നുണ്ട്. അതേപോലെ തന്നെ GTA 6 വരുന്നുണ്ട്. അതേപോലെ തന്നെ ടൈറ്റൻ ഫോൾ 3 വരുന്നുണ്ട്. ടൈറ്റൻ ഫോൾ 3 എനിക്ക് തോന്നുന്നു 2025 25 ലാസ്റ്റോ അല്ലെങ്കിൽ 25 തുടക്കമോ എന്തോ ആണ് ടൈറ്റൻ ഫോൾ 3യും വരുന്നത്. ടൈറ്റൻ ഫോൾ 2 നമ്മൾ കളിച്ചാൽ അതും ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. സോ ഇതെല്ലാം കൊണ്ട് 2025 എന്ന് പറയുന്ന ഒരു ടൈം അല്ലെങ്കിൽ ഇയർ ലിറ്ററലി ഒരു പൊളി ഇയർ ആയിരിക്കും. കാരണം 2024 നമുക്ക് പറയാൻ പറ്റില്ല. 2024 എന്ന് പറഞ്ഞാൽ ഇവർ കുക്കിംഗ് ടൈമാണ് ഇവരുടെ. 2025 പോകുന്ന 25 ഗെയിംസൊക്കെ റിലീസ് ചെയ്യാനുള്ള 2024 എന്ന് പറയുന്നവർ കുക്കിംഗ് ടൈമാണ്. ഈ ടൈം കൊണ്ട് ഈ ഒരു 1 ഇയർ കൊണ്ട് ഈ ഗെയിംസ് എല്ലാം ഈ പറഞ്ഞ ഇത്രയും ഗെയിംസ് എല്ലാം ഇവർ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ 2025 എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് ആയി പോകുന്നൊരു ഇയർ ആയിരിക്കും ഗെയിമേഴ്സിനെ സംബന്ധിച്ച്, ലിറ്ററലി പറയാമല്ലോ. സോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് ഡെത്ത് സ്റ്റാൻഡിങ് 2 വരാൻ വേണ്ടി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒരു വിഷമകരമായൊരു കാര്യം പറഞ്ഞാൽ ഡെത്ത് സ്റ്റാൻഡിങ് ആണെങ്കിലും ഈ പറഞ്ഞ ഗെയിംസൊക്കെ ടൈറ്റൻ ഫോൾ 3 മാത്രമേ ഉള്ളൂ PC ഇറക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കി ബ്ലാക്ക് ഓപ്സും എനിക്ക് തോന്നുന്നു PC തോന്നുന്നു. GTA 6ഉം ഈ ഡെത്ത് സ്റ്റാൻഡിങ്ങും PS5 മാത്രമാണ്. GTA 6 എക്സ്ബോക്സിലുണ്ട്. പക്ഷേ ഈ ഒരു ഡെത്ത് സ്റ്റാൻഡിങ് പ്ലേ സ്റ്റേഷനിൽ മാത്രം അവൈലബിളുള്ള പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ഗെയിമായിട്ടാണ് മാറുന്നത്. മേ ബി 2025 എനിക്ക് പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങി കളിക്കാൻ പോകുന്നൊരു ഗെയിമായിരിക്കും ഡെത്ത് സ്റ്റാൻഡിങ് 2. സോ നമുക്ക് 2025 കാണാം ബാക്കി കാര്യങ്ങൾ. സോ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ബാക്കിയുള്ള ഹിഡൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. കാരണം ഞാനിപ്പോൾ ഒരു 2 വട്ടം കണ്ടു നോക്കി ട്രെയിലർ എന്തെങ്കിലും ഇതിനകത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ കുറേ എനിക്ക് റിവീൽ ചെയ്യാനും പറ്റത്തില്ല. കാരണം ഗെയിം കുറേ കളിക്കാത്തതിനുള്ളതുകൊണ്ട് ഞാൻ സ്പോയിലറായി പോകും പറഞ്ഞു കഴിഞ്ഞാൽ. മണ്ണുമായിട്ട് കമ്പയർ ചെയ്തോ റിലേറ്റ് ചെയ്തോ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇതൊരു ഒരു വിഷയം വരും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പം നിങ്ങൾ ഡെത്ത് സ്റ്റാൻഡിങ് 1 കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഫ്രോം ഗെയിംസ് അരീന.
അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലോ ലൈവിലോ കാണാം. ബൈ ഗൈസ്.